നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ്. മറ്റേത് ബിരിയാണി വെക്കുന്നത് പോലെയേ ഉള്ളൂ, കുറച്ചും കൂടി ഈസിയാണെന്ന് ഞാൻ പറയും. ഫിഷ് ആകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഫിഷ് ബിരിയാണിയോട് ഭയങ്കര ഇഷ്ടമുണ്ട്. എപ്പോഴും നല്ല മീൻ കിട്ടുമ്പോഴൊക്കെ നമുക്കിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ പെരുന്നാളിന് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ വരെ നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു കാര്യവുമില്ല. തലശ്ശേരി ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനിയും അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. ഇനി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ഫിഷ് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് 1/2 കിലോഗ്രാം നെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കിങ് ഫിഷ് എന്ന് പറയുന്ന മീൻ. ബിരിയാണിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആ സമയം കൊണ്ട് ഫിഷിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കും. ഇത് നമ്മുടെ ഫിഷ് മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ്. വലിയ 3 സവാളയാണ് ഫിഷ് മസാലയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. എരിവിന് വേണ്ടി ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല 1.5-2 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, നമുക്ക് ഉള്ളി വറുത്ത് കോരാൻ വേണ്ടിയിട്ട് 2 വലിയ സവാള, പിന്നീട് നമുക്ക് ആവശ്യം വെളുത്തുള്ളിയാണ്. അത് ഞാനൊരു ഈ കാണിക്കുന്ന വെളുത്തുള്ളിയുടെ അരയും കൂടി എടുത്തു. അപ്പോൾ 1.5 ബൾബ് വെളുത്തുള്ളിയാണ് ചൈനീസിൻ്റെ വലുത് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള 1 കെട്ട് മല്ലിയിലയാണ്. 3 മീഡിയം സൈസിലുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഫിഷ് ബിരിയാണിക്ക് വേണ്ടി ഈ ഗ്ലാസ്സിന് ഞാനൊരു 2.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഗ്ലാസ്സാണിത്. 1 ഗ്ലാസ് ഇട്ടു. ഇനി 1 ഗ്ലാസ് അരിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒരു 1/2 ഗ്ലാസും കൂടി. അപ്പം മൊത്തം 2.5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം, ഒന്ന് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് ആവശ്യമായ ഗ്രീൻ മസാല പേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നേരത്തെ എടുത്തു വെച്ച ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കൈ നിറയെ മല്ലിയില നമ്മൾ ചേർക്കണം. ഒരിക്കലും മല്ലിയില ചേർക്കാതെ ഈ ഫിഷ് ബിരിയാണി പ്രിപ്പയർ ചെയ്യരുത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. പച്ചമുളക് ചേർക്കുന്ന ഭാഗം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ പച്ചമുളക് കാണിച്ചത്. ഇതിപ്പോൾ നല്ലതുപോലെ നമ്മളൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേസ്റ്റും കൂടി പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതായത് കാഷ്യൂനട്ടും തേങ്ങയും. തേങ്ങ എത്ര വേണം എന്ന് ചോദിച്ചാൽ ഒരു 3-4 ടേബിൾ സ്പൂൺ, അതായത് ഒരു കൈപ്പിടി നിറച്ച്, അത്രയും മാത്രം കണക്ക് നോക്കിയാൽ മതി. ഒരു 10-12 കാഷ്യൂനട്ടും. നമുക്ക് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ പാകത്തിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അണ്ടിപ്പരിപ്പ് നമുക്ക് കുറച്ച് നല്ല വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് അരച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. ഇനി നമ്മുടെ ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ മുന്തിരിയും കുറച്ച് കാഷ്യൂനട്ടുമാണിത്. 2 കപ്പ് വീതമുണ്ട്. കുറച്ച് നെയ്യിൽ നമുക്കതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ നമ്മുടെ ബിരിയാണിക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുന്തിരി ചെറുതായിട്ടൊന്ന് ബലൂൺ പോലെ ആയി വരുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ കാഷ്യൂനട്ടും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് സവാള കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒരുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. നമ്മൾ നേരത്തെ ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തു വെച്ചിരുന്നത്. നല്ല കനം കുറച്ച് വേണം എപ്പോഴും അരിയാൻ. ഇപ്പോൾ ചെറുതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കുന്നത്. ഫിഷ് ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് 2 സൈഡും ചെറുതായിട്ടൊന്ന് കുക്കായാൽ മാത്രം മതി. കാരണം നമ്മൾ മസാലയിൽ നമ്മുടെ ഫിഷ് ഒന്ന് കുക്കാവും, പിന്നീട് ദം ഇടുമ്പോഴും ഫിഷ് കുക്കാവും. അതുകൊണ്ട് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന കണക്ക് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ട് കുക്കാവണം. നമ്മുടെ ഫിഷ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാ ഫിഷും ഞാൻ മറിച്ചിട്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫിഷ് നല്ലതുപോലെ 2 സൈഡും കുക്കായി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബിരിയാണിക്ക് വേണ്ട ചോറ് തയ്യാറാക്കുമ്പോൾ ചേർക്കാനുള്ള ഫ്രഷ് മസാലയാണിത്. ഒരു തക്കോലം, ഒരു 4-5 പീസ് കുരുമുളക്, ഒരു 5 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു, പട്ട,
ഇതെല്ലാം എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മളൊരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കൂടുതലൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനിന്നിവിടെ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഊറ്റിയും എടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരി ഒന്ന് കഴുകി ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നു. ഇപ്പം ഞാൻ ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഈ അരി ഒന്ന് ഫ്രൈ ചെയ്യുവാണ്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിലെ വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടി മാത്രമാണ്. ഒരുപാടിട്ട് ഇളക്കി അരി പൊട്ടിക്കേണ്ട. ഇപ്പോൾ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം എന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ അരി വെച്ച് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഒരു 1, 2, 3, 4 സ്പൂൺ കൂടി പോയാൽ കുഴപ്പമില്ല, അതിൽ കൂടുതൽ ഒട്ടും ആകാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രഷായിട്ട് ചതച്ച ആ മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ, അതായത് ഞങ്ങൾ പറയുന്നത് വയണയിലെന്നാണ്, അത് 1-2 എണ്ണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നോക്കണം. എപ്പോഴും ബിരിയാണിക്കുള്ള ഈ വെള്ളത്തിൽ ഉപ്പിടുമ്പം ഒരല്പം ഒന്ന് മുന്തി നിന്നാൽ പ്രശ്നമില്ല, എന്നാൽ മാത്രമേ ചോറിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് മീഡിയം തീയിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ചോറിൻ്റെ 4 സൈഡിലും സെൻറ്ററിലായിട്ട് ഇങ്ങനെ ചെറിയ കുമിളകൾ വന്നിട്ട് ഒന്ന് തിളച്ചു തുടങ്ങും. അങ്ങനെ തിളച്ചു തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് അങ്ങോട്ട് മാറ്റുക. ലോയിൽ മാറ്റിയിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടാണ് ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത്. 20 മിനിറ്റോളം നമുക്ക് വെക്കാം. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളൊന്നും ചെയ്യേണ്ട, അനങ്ങാതെ അവിടെ ഇരുന്നത് കുക്കായിക്കൊള്ളട്ടെ. അതിനുശേഷം ഒരു 10 മിനിറ്റ് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഫിഷ് മസാലയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് വലിയൊരു പാത്രം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കണം. ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തപ്പോൾ അതിൽ വന്ന അതേ ഓയിൽ തന്നെയാണ്. അതാണ് നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തരാൻ പോകുന്നത്. ആവശ്യമുള്ള ഒരു 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും സവാള ഒന്ന് നല്ലതുപോലെ വഴന്ന് വരണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കത് നിർത്താം. ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മളൊന്ന് ചതച്ച് വെച്ചിരുന്ന നമ്മുടെ ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കാം. അതായത് മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരുന്നത്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയാണ് നമ്മൾ വഴറ്റേണ്ടത്. നമ്മുടെ ഗ്രീൻ മസാല ഇപ്പോൾ നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. അപ്പോൾ തക്കാളി ഒന്ന് നല്ലതുപോലെ കുക്കാവണം. അങ്ങനെ കുക്കാവുമ്പോൾ തക്കാളിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഇപ്പോൾ ഇവിടെ തക്കാളിയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി നമ്മുടെ ഉള്ളി ഗ്രീൻ മസാലയായിട്ടൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാഷ്നട്ടും തേങ്ങയും കൂടെ നല്ലതുപോലെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അരച്ച് ചേർത്ത പേസ്റ്റാണിത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 1-2 മിനിറ്റിനകം തന്നെ ഈ ചേർത്ത് കൊടുത്ത പേസ്റ്റിലെ വെള്ളവും നമ്മുടെ മസാലയിൽ നല്ലതുപോലെ പിടിക്കും. മസാലയിലേക്ക് ഒരു 2 നുള്ളുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കുറവ് പോലെ തോന്നി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മസാല നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷിനെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫിഷൊക്കെ നമ്മൾ നമ്മുടെ ഫിഷ് മസാലയിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഫിഷും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി വളരെ സാവധാനം നമ്മുടെ ഈ ഫിഷ് മസാല ഓരോ ഫിഷിൻ്റെ മുകളിലേക്കും കുറച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷിനെ നമ്മളങ്ങ് മുറിച്ച് കളയരുത്. ഫിഷ് ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ആ ഫിഷ് ഇങ്ങനെ അതുപോലെ തന്നെ കിട്ടണം. അങ്ങനെ മീൻ മുറിഞ്ഞു പോയാൽ നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല.
ഇപ്പം നമ്മൾ ഫിഷ് മസാല കൊണ്ട് ഫുൾ ഫിഷിനെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഫിഷും ഈ മസാലയൊക്കെ തമ്മിൽ നല്ലതുപോലെ ഒന്ന് ചേരും. 2-3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഫിഷൊക്കെ മസാലയിൽ ഇപ്പം നല്ലതുപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പകുതി മസാലയും ഫിഷും നമ്മൾ അതിൽ നിന്ന് വളരെ സാവധാനം, മീനൊന്നും ഇങ്ങനെ മുറിക്കാതെ നമ്മൾ കോരിയെടുത്ത് മാറ്റിയാണ് വെക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം. ചോറ് കുക്കായതിന് ശേഷം ഞാൻ ഇളക്കിയില്ല. 10 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഇളക്കുന്നത്. ഒന്നും ചെയ്യാനില്ല, ഒട്ടും വെള്ളമില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് കുറച്ച് ചോറ് കോരിയെടുത്തിട്ട് ഫസ്റ്റ് ലെയർ മസാലയുടെ മുകളിലേക്ക് ഇടാം. നമ്മളിപ്പോൾ ബിരിയാണി സെറ്റ് ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് ലെയർ മസാലയുടെ മുകളിൽ നമ്മൾ ചോറിട്ട് കഴിഞ്ഞു. ഇനി ഫ്രഷായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരല്പം നെയ്യാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ മാത്രമാണ്. അവിടെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം എസൻസും ചേർത്തിട്ടുണ്ട്. ഏത് എസൻസ് ആണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ, പൈനാപ്പിൾ എങ്കിൽ പൈനാപ്പിൾ, ബിരിയാണി എസൻസ്, റോസ് എസൻസ് ഏതെങ്കിലും മതി. ഒരു 3-4 തുള്ളി ചേർത്തിട്ട് നമുക്ക് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ എടുത്ത് ചോറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ വീട്ടിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ഫ്രഷ് ഗരം മസാല പൊടിയിൽ നിന്ന് ഒരു 2-3 നുള്ള് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ചോറിടാം, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ഫസ്റ്റ് ലെയറിന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഇടാൻ മറന്നുപോയിരുന്നു. നമ്മളിപ്പോൾ സെക്കൻഡ് ലെയറിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പം ഇടാൻ മറക്കണ്ട. നമ്മുടെ പ്രോസസ്സ് ഏകദേശം തീരാറായി. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വീണ്ടും ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് ദം ചെയ്താണ് എടുക്കാൻ പോകുന്നത്. ഇനി ഒരു ഫോയിൽ കൊണ്ട് നമ്മുടെ പാൻ ഒന്ന് മൂടിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് ചെറുതീയിൽ ദം ചെയ്തെടുക്കാം. 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതൊന്ന് തുറന്നു. എന്തൊരു മണമാണെന്നറിയാമോ വരുന്നത്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. ബിരിയാണി റെഡി ആയാൽ പിന്നെ കഴിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം. അപ്പം ഞാൻ കഴിക്കാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സത്യസന്ധമായ ഫീഡ്ബാക്സ് വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.